ഇതാ നോക്കൂ, ആ കാണുന്നതാണ് നാലാപ്പാട്ട് തറവാട്. അവിടെയാണ് എഴുത്തുകാരി മാധവിക്കുട്ടി താമസിച്ചിരുന്നത്. അറിയാത്ത വിധത്തിൽ എഴുതേണ്ടി വരും, അപ്പോൾ ആത്മകഥയോട് കള്ളം പറയേണ്ടി വരും. പക്ഷേ ഇറക്കേണ്ട കാര്യം തീരുമാനിച്ചിട്ടില്ല. ചിലതൊക്കെ കുറച്ച് പച്ചയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഉത്തരേക്കാൾ കൂടുതൽ സംയുക്തൊക്കെയാണ് എന്റെ ഛായ എന്ന് പറയും. എല്ലാവരും കണ്ട ഉടനെ പറയും. എല്ലാവർക്കും ഇഷ്ടമുണ്ട് സിനിമ അഭിനയിക്കാനൊക്കെ. സംയുക്തൊക്കെ പണ്ടേ അങ്ങനെ വലിയൊരു ആഗ്രഹങ്ങളൊന്നുമുള്ള അതിനങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങളോ ഭയങ്കര മോഹങ്ങളോ ഒന്നുമുള്ള കുട്ടിയല്ല. ഉള്ളതിൽ വളരെ ഹാപ്പി ആയിട്ട് സിനിമകൾ നന്നായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ പുതിയ തലമുറ വളരെ നാച്ചുറലായിട്ടാണ് അഭിനയിക്കുന്നതും. ബിജുവിന്റെ ഇപ്പൊ എനിക്ക് ഈ അവസാനം കണ്ട എന്താ ഗരുഡനല്ല, അത് പെരുന്തോ ഗരുഡൻ ഭയങ്കര ഉണ്ട്. നമ്മള് വളരെ പോസിറ്റീവായിട്ട് വിചാരിക്കുന്ന ഒരാൾ അവസാനം അങ്ങോട്ട് മാറുന്ന ഞാനൊരു സത്യം പറയാം, ഞാൻ പറയുന്ന കാര്യം കേട്ടോ, മാധ്യമങ്ങൾ പറയുന്നതല്ല. കഴിഞ്ഞ വർഷം നമ്മൾ ദിലീപിനെ നമ്മുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയല്ലോ. ദിലീപിനെ നമ്മൾ ഈ വർഷം തിരിച്ചെടുക്കുന്നുണ്ടോ? ഉണ്ടോ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഇന്നൊരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക ആളുടെ ഒപ്പമാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കാം ഞാനൊരു തമ്പുരാട്ടിയുടെ അടുത്ത് വരുന്നത്. തമ്പുരാട്ടി എന്ന് പറയണോ, നടി എന്ന് പറയണോ, ഡാൻസുകാരി എന്ന് പറയണോ, അതോ ബിസിനസ് വുമൺ എന്ന് പറയണോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഊർമിള ഉണ്ണി ചേച്ചി, നമസ്കാരം. നമസ്തേ. നമസ്തേ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലം. ഈ വീട്, ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ നല്ല രസമുണ്ട്. കുറെ കൊല്ലായി, 25 കൊല്ലായി ഈ വീട്ടില് താമസിക്കുന്നു. 25 വർഷമായി. ഓക്കെ, അത്രയും പറയില്ല. കണ്ടു കഴിഞ്ഞാലും പുതുമയുള്ള നല്ല മണങ്ങളുള്ള ഒരു വീട്. ഞാൻ ചേച്ചിയെടുത്ത് സംസാരിച്ചു തുടങ്ങിയത് ഞാൻ പറഞ്ഞു നല്ല ചന്ദനത്തിന്റെ മണം ഉള്ള എന്ന് പറഞ്ഞു. അപ്പം അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് അല്ലേ? അപ്പം എന്താണെന്ന് പറഞ്ഞു. സ്വന്തം പെർഫ്യൂം, ഒരു പുതിയ ബിസിനസ് കൂടി വരാൻ പോവാണ് എന്നുള്ളതാണ്. അതെ, സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ തന്നെ പെർഫ്യൂം ബിസിനസ് ആയിട്ടുള്ള വേറെ ആരുമില്ല, സ്ത്രീകളൊട്ടും ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ 3 വർഷമായി എന്റെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങിയിട്ട്. വശ്യഗന്ധി എന്നാണ് അതിന്റെ പേര്. ഊർമിള ഉണ്ണീസ് വശ്യഗന്ധി എന്നാണ് പേര്. പേര് പോലെ തന്നെ അപ്പൊ അതിന്റെ മണമാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ സ്പ്രേ ആണ് ഇറക്കിയിട്ടുള്ളത്. ഇനിയൊരു തൈലവും കൂടെ ഇറക്കാൻ പോവുകയാണ്. അതിന്റെ ലോഞ്ചാണ് ഇപ്പൊ. ഈ വേൾഡ് പെർഫ്യൂം ഡേ ആണ് ജൂലൈ 5-ാം തീയതി. ശരി ശരി, അന്ന് ഇറക്കും. ഓക്കെ. അപ്പൊ പുതിയൊരു ബിസിനസ്സും കൂടെ ആവുന്നു. ഞാൻ ചോദിക്കണേ, ഇതിനൊക്കെ എവിടുന്ന സമയം? അതിനല്ലേ സമയമൊന്നും, സിനിമയൊന്നും ഇല്ലല്ലോ. ഞങ്ങളിപ്പം 24 മണിക്കൂർ തികയുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതിനൊക്കെ സമയം ഉണ്ടാവും. എല്ലാം പ്രയോറിറ്റിയാണ്. വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് ഇഷ്ടമുള്ളതിന് എല്ലാത്തിനും എത്ര നേരം ഫോണും പിടിച്ചോണ്ട് ഓരോരുത്തരും ഇരിക്കുക. ഇഷ്ടമുള്ളതുകൊണ്ട്. അതെ, അതിനോടുള്ള ഒരു ഇഷ്ടം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഇത് നമ്മള് ലോഞ്ച് ചെയ്യാൻ പോണുള്ളൂ അല്ലേ? അതെ അതെ. ഞാൻ ഈ സ്പ്രേ ഏതാന്നൊന്ന് വെറുതെ കാണിച്ചു തരാം. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് വശ്യഗന്ധിയുടെ സ്പ്രേ. നല്ല വുഡൻ ബോക്സ്. വുഡനല്ല കേട്ടോ, ഇത് പേപ്പറാണ്. വുഡൻ ബോക്സിന്റെ ഇതാണ് പെർഫ്യൂം. കണ്ടോ, അല്ല 100 ml ആണ്. 1000 സ്പ്രേ വരെ കിട്ടും കേട്ടോ അതിൽ. ഇതാണ് എന്റെ പ്രിയപ്പെട്ട വശ്യഗന്ധി. അപ്പൊ പേര് പോലെ തന്നെ ഞങ്ങളിവിടെ വന്നപ്പോ വശീകരിച്ചു. ഇനി ഇത് കൂടുതൽ കസ്റ്റമേഴ്സിലൂടെ എത്തട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ സിനിമയിലുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിന് ഏറ്റവും പ്രൊമോഷൻ തന്നിട്ടുള്ളത്. ഓരോരുത്തരും കൊണ്ടുപോയിട്ട് ചേച്ചി വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോ എടുത്ത് തരുമ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യുന്നതിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങുന്നത്. അതിൽ ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് താങ്ക്സ് പറയാനുള്ള 2 പേരുണ്ട്. അതെനിക്കിത് പറയാതെ പറ്റില്ല ക്യാമറയുടെ മുമ്പിൽ. ഒന്ന് മഞ്ജു പിള്ള, ഒന്ന് ദേവി ചന്ദന, മൂന്നാമത് സന്തോഷ്. അപ്പോ ഈ 3 പേരുമാണ് ഏറ്റവും കൂടുതൽ എനിക്ക്. അവരുടെയൊക്കെ വീഡിയോ വരുമ്പോ ഒരുപാട് പേരിങ്ങനെ ചോദിക്കും. അപ്പൊ അടുത്തത് വരാൻ പോണത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ തന്നെ തൈലമാണ്. ഈ വശ്യഗന്ധിയുടെ തൈലമാണ് ഇത്.
അത്ര പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് 20 ml ആണ് വരുന്നത്. ഈ ബോട്ടിലുണ്ടോ? ഓ ഇതെന്താ ഇങ്ങനത്തെ അതാണ് അതിന്റെ കുപ്പിയുടെ പ്രത്യേകത. അതാണ്. അപ്പൊ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ എടുത്താൽ മതി, എന്നിട്ട് നമ്മൾ തേച്ചാൽ മതി. ബോട്ടിലിന്റെ പ്രത്യേകതയാണ് അത്. എല്ലാവരും പ്രത്യേകതയോടുകൂടി ചെയ്യണല്ലോ. നമ്മളൊരു ഞാനും കണ്ടിട്ട് ആദ്യമായിട്ട് കണ്ടിട്ടാണ്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഈ ബോട്ടിൽ ഇങ്ങനെ? ഇവിടെ ഐഡിയ മുഴുവൻ ഉണ്ട്. ചോദിക്കണ്ട. അപ്പം ഇവിടുന്നാണ്. അപ്പം എല്ലാം സക്സസ്ഫുള്ളി പോട്ടെ. എനിക്ക് അഭിനയത്തിനേക്ക് മുന്നേ സംസാരിച്ചു തുടങ്ങേണ്ടത് എഴുത്തുകളിനെ പറ്റിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കഥകൾ ഇങ്ങനെ പറയാൻ പറ്റാന്നാണ്? കഥ കേട്ട് വളരണം. കുട്ടിക്കാലത്ത് എന്നെയൊക്കെ എൻ്റെ അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ വായിപ്പിക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ബുക്ക് വായിക്കുമ്പോൾ നല്ല നല്ല പുസ്തകങ്ങൾ, അന്ന് അമ്പിളിയമ്മാനും ബാലരമയൊക്കെയാണ് അന്നത്തെ, എന്നാലും അത് വായിച്ച് തന്നെ നല്ലപോലെ കഥകൾ അറിയാം. പിന്നെ അച്ഛൻ നന്നായിട്ട് ഈ പുരാണം പറഞ്ഞു തരും കഥകൾ. അച്ഛനമ്മയൊക്കെ പറഞ്ഞു തരും, അമ്മ എല്ലാവരും പറഞ്ഞു തരുമായിരുന്നു. അത് കേട്ട് വളർന്നുകൊണ്ട് ഞാൻ എൻ്റെ മകൾക്കും ഉത്തരയ്ക്കും ഞാൻ അതുപോലെ കഥ പറഞ്ഞു കൊടുത്താൽ വളർത്തിയിരിക്കും. രാത്രി കിടക്കുമ്പോൾ എന്നും വന്ന് അമ്മ കഥ പറയും കുറച്ച് കഥ സ്റ്റോക്ക് കഴിയും. അപ്പൊ ഞാന് വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കും. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരാത്ത ഞാൻ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. ആ പോലീസുകാരന് മകനെ ഒരു പോലീസ് ആക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ. അമ്മ കിരീടത്തിന്റെ കഥയല്ലേ പറയുന്നത്, മോഹൻലാലിന്റെ കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. കഥ കുറച്ച് കഥ ഇല്ലാണ്ടായിട്ട് സിനിമ കഥ എടുത്തിടും ഞാൻ. അപ്പോ അങ്ങനെ ഉത്തരയും കഥ കേട്ട് വളർന്നത് കൊണ്ട് എന്റെ എഴുത്തിന്റെ സ്വഭാവം ഉത്തരയ്ക്കും കിട്ടിയിട്ടുണ്ട് കുറെയൊക്കെ. ഞാൻ മലയാളത്തിൽ എഴുതുന്നത് ഇംഗ്ലീഷിൽ എഴുതുന്നത്, അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ എനിക്ക് എപ്പോഴും എഴുതുമ്പോ എന്റെ അവസാനം ഇങ്ങനെ മനസ്സിൽ തട്ടണം, നമ്മുടെ തൊണ്ടയ്ക്ക് പിടിക്കുന്ന എന്തോ ഒന്ന് വേണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും എഴുതി വരുമ്പോ അങ്ങനെ ആയിരിക്കും എഴുതുക. എഴുത്തിന്റെ അവസാനം അങ്ങനെ വരും. അനുഭവക്കുറിപ്പുകൾ മാത്രമേ ഇപ്പൊ എഴുതാറുള്ളൂ. പണ്ടൊക്കെ കവിതകൾ എഴുതുമായിരുന്നു, ഇപ്പൊ കവിത എഴുതാറേ ഇല്ല. തീരെ കവിത മനസ്സിലുണ്ടാവാറില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടു, കുറെ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് റിയൽ സ്റ്റോറീസ് ആണ്, ചിലപ്പോ അത് എല്ലാം കൂടെ പ്രസിദ്ധീകരിച്ചാൽ ഒരു ആത്മകഥയാകും എന്നുള്ളത്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ അതോ എല്ലാം എന്താന്ന് വെച്ചാൽ ആദ്യം ആത്മകഥ ഇറക്കിയിരുന്നു, ഒരു ചിമിഴ് മനസ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ് മാതൃഭൂമി പബ്ലിഷ് ചെയ്തത്. അതിന്റെ ഒരു 2ാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ എഴുതി കൂട്ടിയത്. അത്ര തന്നെ ഉണ്ട്, ഒരു 10-25 അനുഭവങ്ങളും കൂടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇറക്കേണ്ട കാര്യം തീരുമാനിച്ചിട്ടില്ല. ചിലതൊക്കെ കുറച്ച് പച്ചയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് വേദന ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനത് തീരുമാനിച്ചിട്ടില്ല. ബുക്ക് ഇറക്കണമെന്നും ഇറക്കിയാൽ തന്നെ പേരുകൾ മാറ്റി എഴുതണമെന്നും ഒക്കെ. ആത്മകഥാംശം തന്നെയാണ് മുഴുവനും. അല്ല, അത് ഇറക്കി കഴിയുമ്പോ പേരുകൾ മാറ്റിയാലും സന്ദർഭമൊക്കെ ഒന്നായിരിക്കുമല്ലോ, അപ്പം മനസ്സിലാവില്ലേ, അതൊരു വിവാദത്തിലേക്ക് പോകും. അതാ പറഞ്ഞ അറിയാത്ത വിധത്തിൽ എഴുതേണ്ടി വരും. അപ്പൊ ആത്മകഥയോട് കള്ളം പറയേണ്ടി വരും. ആത്മകഥ എന്ന് പിന്നെ അത് പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മുടെ സങ്കല്പങ്ങളായിരിക്കാം നമ്മൾ എഴുതി പോകുന്നത്. അങ്ങനെ ആക്കാം. തീരുമാനിച്ചില്ല ഇറക്കണോ വേണ്ടോ. എനിക്ക് ഏറ്റവും എൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു എഴുത്തെന്ന് പറഞ്ഞാൽ ഉത്തരേച്ചിയുടെ കല്യാണത്തിന് ആ വീഡിയോ വരുമ്പോൾ ഉള്ളൊരു നറേഷൻ ഉണ്ട്. അമ്മ ഒരു മകൾക്ക് വേണ്ടിട്ട് കൊടുക്കുന്ന ഒരു സാധനം, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനം. അല്ല, ഞാൻ അത് മുന്നേ കണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ കണ്ടു. കല്യാണ സമയത്താണല്ലോ ആ വീഡിയോ വന്നത്, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് കണ്ട ഓർമ്മയിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ കണ്ടു. എനിക്ക് ഇഷ്ടായി. അതിന്റെ പേര് ഞാൻ കാഞ്ചന കസവിട്ട് ഉത്തരാവണ്ണി എന്നായിരുന്നു. ഉത്തരാ സ്വയംവരം ആണ് ഹൈലൈറ്റ്. സ്വയംവരം എന്നുള്ളത് കല്യാണം ആയതുകൊണ്ട് ഈ കാഞ്ചന കസവിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ചന കസവിട്ട് പൂഞ്ചേല എടുത്ത് നെഞ്ചയും അമ്പുമായി വന്നിരുന്നു ഉത്തരാ സ്വയംവരം കഥകളി കാണുക. ഉത്രാട രാത്രിയിൽ പോയിരുന്നു എന്നാണല്ലോ. അപ്പൊ ആ മറ്റേ ശ്രീമാരൻ തമ്പി സാർ എഴുതിയ ആ വരികൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഉത്തരാ സ്വയംവരം കഥകളി. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കാഞ്ചന കസവിട്ട് ഉത്തരാവണ്ണി എന്നുള്ള ടൈറ്റിൽ കൊടുത്തത്. അതിന് ഉത്തര ജനിക്കുന്നത് 11 വർഷത്തിന് ശേഷമാണ് അല്ലേ? വളരെ വൈകി ഉണ്ടായ മോളാണ്. അപ്പൊ എനിക്കൊരു പ്രത്യേക വാത്സല്യം കൂടുതലായിരുന്നു. എന്തായാലും നല്ല ആളെ കിട്ടി, നല്ല കല്യാണം, പിന്നെ നല്ലൊരു കുഞ്ഞുവാവിയുണ്ട്, മോളുണ്ട്. ഉത്തരേച്ചിയായിട്ട് ഞാൻ പേഴ്സണലി സംസാരിക്കുന്ന ആളാണ്. അപ്പം കല്യാണങ്ങൾ പറഞ്ഞു വരുമ്പോ ലാസ്റ്റ് പറയുന്ന ഒരു മോള് പോകുമ്പോ
അമ്മയുടെ വേദനയൊക്കെ ഇനി അച്ഛന്റെ വേദനയെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലെഴുതി അച്ഛനെ പറ്റി അധികം ഞാൻ കേട്ടിട്ടില്ല. ആളുടെ പേര് ഉണ്ണി. ഉണ്ണി തന്നെയാണ്. അച്ഛൻ വളരെ ഉള്ളിലേക്ക് ഒതുങ്ങിയ ഒരാളാണ്. പക്ഷെ എന്നാൽ എല്ലാത്തിനും ഒത്തിരിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെക്കാളും എന്റെ അടുത്തും അതെ. അതല്ലെങ്കിൽ എനിക്ക് ഇത്ര എത്താൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും എന്നെയും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് മുഖമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളാണ്. നിങ്ങളുടെ കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു? രാജകുടുംബത്തിന്റെ കല്യാണം കഴിക്കാൻ അത്ര സിമ്പിൾ അല്ലല്ലോ. കല്യാണമൊക്കെ സാധാരണ പോലത്തെ കല്യാണമായിരുന്നു. പിന്നെന്താ, തൃശ്ശൂരായിരുന്നു പഠിച്ചതും വളർന്നതും ഒക്കെ. കേരളോർമ്മ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ തൃശ്ശൂർ തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കണ്ടെത്തിയത് എങ്ങനെയാ? ബന്ധുക്കളാണ്. ഓ അങ്ങനെ. പരിചയക്കാരും ബന്ധുക്കളുമാണ്. ഞാൻ ഒരെണ്ണത്തിൽ എഴുതിയിരുന്നു. ഞാൻ മാധവിക്കുട്ടിയെ കുറിച്ച് ഒരു കമലാദാസിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ട്, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എലിയങ്ങാട്ട് കോവിലകത്തെത്തി. അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു, ഇതാ നോക്കൂ, ആ കാണുന്നതാണ് നാലാപ്പാട്ട് തറവാട്, അവിടെയാണ് എഴുത്തുകാരി മാധവിക്കുട്ടി താമസിച്ചിരുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ബോംബെക്ക് പോയി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. ആ നാലാപ്പാട്ട് തറവാട് കാണുന്ന എലിയങ്ങാട്ട് കോവിലകത്തെയാണ് എന്റെ ഉണ്ണിയുടെ അച്ഛൻ. അപ്പൊ ഞാനന്ന് 9th പഠിക്കുക. അങ്ങനെ അന്ന് അവിടെ ചെല്ലുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അങ്ങനെയല്ല, അതിന് മുമ്പ് പരിചയപ്പെട്ടു. പക്ഷെ അതൊക്കെ ഒരു കൂടിക്കാഴ്ചയൊക്കെ ഒരു ഇഷ്ടത്തിന്റെ തുടക്കങ്ങളായിരുന്നു. ഇഷ്ടത്തോടുകൂടി തന്നെ 4-5 കൊല്ലം ഇഷ്ടപ്പെട്ട് നടന്നു. എന്നിട്ട് തന്നെയാണ് കല്യാണം. അന്നത്തെ പ്രണയം എങ്ങനെയായിരുന്നു ശരിക്കും? അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇത് പ്രണയം തന്നെ. പ്രണയത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അങ്ങനെയൊക്കെ തന്നെ അന്നും ഇന്ന്. പക്ഷെ എനിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു പണ്ടൊക്കെ. എനിക്ക് അറിയില്ല, കുട്ടികളൊക്കെ പറയുമ്പോ വേണ്ടാന്ന് വെച്ചു, ഞങ്ങള് ബ്രേക്കപ്പ് ആയി. റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട് ഇപ്പൊ. പണ്ട് എന്താ കരച്ചിലും, പിന്നെ ചിലർ ആത്മഹത്യ, മറ്റേ എഴുതി വെച്ചിട്ട് മരിച്ചു, വിഷം കഴിച്ചു, കിണറ്റി ചാടിയുന്ന, എന്ത് പ്രണയത്തിന് വേണ്ടി. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്തായിരുന്നു ഞങ്ങളൊക്കെ പ്രണയിച്ചത്. ഇതിന്റെയൊക്കെ കഥയൊക്കെ അന്ന് കാലത്താ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവരുടെയൊക്കെ കഥ നടന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര ആത്മാർത്ഥതയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്താ, കല്യാണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലെ ഒരാഗ്രഹം. എന്നിട്ട് അമ്മയും അച്ഛനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് എത്തിക്കുക. അങ്ങനെയൊക്കെ വലിയ കമ്മ്യൂണിക്കേഷൻ ആണ് അന്നേരത്തെ വലിയ. അതെ, കാരണം ഇതില്ല, ഫോൺ ഞങ്ങളുടെ പറ്റി വന്നു. പക്ഷെ ഫോൺ ചെയ്യാൻ ലാൻഡ് ഫോൺ വന്ന കാലമാണ് അന്നൊക്കെ. 80s എന്നൊക്കെ പറഞ്ഞ തൃശ്ശൂര് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാരും ഉണ്ടാവും മുറിയിൽ, ആരെ വിളിക്കാൻ. അച്ഛനൊക്കെ ഇങ്ങനെ ഇരിക്കും നോക്കിക്കൊണ്ട്, അമ്മ ഉണ്ടാവും അപ്പുറത്ത് കണ്ണുടിച്ചിട്ട്. കാരണം അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കത്തെഴുതൽ തന്നെ, കത്തെഴുതി ആര് തുറന്നു വായിക്കുന്നുള്ള പേടി വരും. അവിടെ വേറെ അമ്മയുടെ അച്ഛൻ്റെയിലൊക്കെ ആയിരിക്കും. അത് അവരുടെ വീട്ടിൽ ചെന്ന് ആര് തുറക്കുമോ എന്തോന്നുള്ള ടെൻഷനായി. പുള്ളി വീട്ടിലുള്ള കണ്ടുമുട്ടലുണ്ട് ഇടയ്ക്ക്. അറിയാതെയില്ല, രഹസ്യ കണ്ടുമുട്ടൽ. രഹസ്യമായിട്ട് കാണാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ കത്തെഴുതി അടുത്ത ശനിയാഴ്ച ആ കോവിലകത്തേക്ക് വരുന്നുണ്ട്, അങ്ങോട്ട് എത്തുമോ എന്നൊക്കെ ചോദിച്ച് പുള്ളി അവിടെ എത്തി. അറിയാത്ത പോലെ, ഞാനും അറിയാത്ത പോലെ അവിടെ എത്തണം, അങ്ങനെ കാണുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു കല്യാണം. അങ്ങനെ ഇപ്പൊ അവിടം വരെ എത്തി. ഓക്കെ. അപ്പൊ ഇപ്പത്തെ പ്രണയങ്ങളില് ഏറ്റവും വീട്ടുകാരെതിർക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല അവിടെ? ഇല്ല, ഞങ്ങളുടെ കുടുംബക്കാര് തമ്മിൽ നല്ല പരിചയക്കാരായിരുന്നുകൊണ്ട് 2 പേർക്കും ഇഷ്ടമായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഉണ്ണിയേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും പറയും നല്ല പയ്യൻ എന്ന് പറയും. അപ്പൊ ആർക്കെങ്കിലും കല്യാണം നോക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര വേറെ ആർക്കും വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ അമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ അവരുടെ വീട്ടുകാർക്കും എന്നെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് വലിയ ബഹളവും പ്രശ്നമൊന്നും ഇല്ലാതെ നടന്നു. കല്യാണത്തിന് മുന്നേ ആണോ സിനിമയിലേക്ക് വന്നത്? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വരാന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ്. അപ്പൊ അതെങ്ങനെയാണ്? അതെ, സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിനാണ് ശരിക്കും കേട്ടോ പറയുന്നത്. ഞാൻ വെറുതെ വീട്ടില് അന്ന് സൽവാർ പോലും എത്തിയിട്ടില്ല കേരളത്തിലെ. സെറ്റുമുണ്ട് എടുത്തോണ്ട് വീട്ടിലിരിക്കുന്ന സമയം. വീട്ടിൽ നടക്കുമ്പോൾ സെറ്റുമുണ്ടായിരിക്കും. അന്നൊക്കെ നമ്മള് നൈറ്റി ഒന്നും ഇട്ട് അങ്ങനെ വീട്ടിൽ നടക്കില്ല. രാത്രി കിടക്കാൻ നേരത്തെ മറ്റേ ഇട്ടാലായി. സെറ്റുമുണ്ട് എടുത്തിട്ടാ വീട്ടിൽ നടന്നിരുന്നത്. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അധികവും സാരി ആയിരിക്കും പുറത്ത് പോകുമ്പോഴൊക്കെ. അന്ന് ഇങ്ങനെ ജി അരവിന്ദൻ,
ഒരു നർത്തകി വേണം സിനിമയിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നതും എന്നെ കാണുന്നു, ആ സിനിമയിൽ നായികയാക്കാൻ വിളിക്കുന്നു. മാറാട്ടം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ 35 വർഷമാവാറായിട്ടോ. അങ്ങനെ എത്തുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. അച്ഛൻ നല്ല കലാകാരനാണ്, അതുകൊണ്ട് അച്ഛന് ഇഷ്ടമായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്ത്, അപ്പോൾ ഉണ്ണിയേട്ടനും സപ്പോർട്ടായി. അങ്ങനെ അതങ്ങ് നടന്നു പോയി. പിന്നെ നല്ല ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് സർഗം വരുന്നത്. സർഗമാണ് എപ്പോഴും ആളുകള് മനസ്സിലുള്ളതും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഒക്കെ. കുട്ടൻ തമ്പുരാന്റെ അമ്മ, ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അമ്മേനെ ഞാൻ അവിടെ കാണുന്നുണ്ട്. ശരിക്കും അത് അവതരിപ്പിക്കുമ്പോ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോ മനസ്സിൽ എന്തായിരുന്നു? അന്ന് എനിക്ക് വലിയ പ്രായമില്ലല്ലോ, ഞാൻ വളരെ ഒത്തിരി ഒന്നും ഉണ്ടായിട്ടും കൂടിയില്ല, അത്രയും ചെറുപ്പത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അറിയില്ല. എന്നാലും പറഞ്ഞു തന്നാൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമല്ലോ. സാറ് നന്നായി പഠിപ്പിച്ചു തരുമായിരുന്നു അഭിനയിക്കാൻ. പിന്നെ വിനീതും മനോജും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് മനോജേടനും വിനീതേടനും ഒക്കെ വരുമല്ലോ മനസ്സിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്തായിരിക്കും മനോജേടനോടൊക്കെ? ഈശ്വര, ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും രംഭയെ കുറിച്ച് പറയും. കാരണം പാവ കുട്ടി, തെലുങ്ക് കുട്ടിയല്ലേ. അതന്ന് പാവം ഒരു 9-ോ 10-ലോ പഠിക്കുന്ന സമയമാണ്. 9ാം ക്ലാസ് ഫുൾപ്പാവാടിയൊക്കെ ഇട്ട് വരും. അതിനൊരു അക്ഷരം മലയാളം അറിയില്ല, തെലുങ്ക് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പൊ അത് വരുമ്പോ അതിന് പാട്ടറിയില്ല, ഡാൻസ് അറിയില്ല. അപ്പൊ മുഴുവൻ സ്വരങ്ങളൊക്കെ അല്ലേ പാടുന്നത്, മുഴുവൻ ക്ലാസിക്കലായിട്ടുള്ള പാട്ടും ശാസ്ത്രീയമൊക്കെ അല്ലേ അതിലധികം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പാടുമ്പോ ഇതിന്റെ വാക്ക് ചുണ്ടനങ്ങിയാൽ മതിയല്ലോ കറക്റ്റ് ആയിട്ട്. അപ്പൊ തെറ്റിച്ച് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വിനീത് എന്നെ നോക്കി ഇങ്ങനെയാക്കിയാ മതി, എനിക്ക് അപ്പൊ ചിരി പൊട്ടും. അങ്ങനെ മനോജ് അതിലേറെ എല്ലാരും വലിയ ഗൗരവത്തിൽ അഭിനയിക്കേണ്ട സീനുകളാണ്. പക്ഷെ ഈ ഒരു ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ചിരിയാ എല്ലാരും കൂടെ. പാവട്ടോ, അതിനെ കളിയാക്കുന്ന അതിനറിയൂല. എന്നിട്ട് പിന്നെ ഞങ്ങളൊക്കെ വലിയ ഫ്രണ്ട്സ് ആയി, അതെല്ലാം ശരിയാക്കി. ഇപ്പോഴും രംഭ എനിക്ക് മെസ്സേജ് ഒക്കെ ചോദിക്കാറുണ്ടോ അഭിനയിക്കാൻ തിരിച്ചു വരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല. നല്ല ഫാമിലി ലൈഫാണ്, 3 പിള്ളേരും ഹസ്ബൻഡ്, നല്ലൊരു. ഇപ്പം തിലകൻ ചേട്ടനെ ഒപ്പൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം തിലകൻ ചേട്ടന്റെ മക്കളുടെ മക്കൾ ഇപ്പം സിനിമയിൽ വന്നു തുടങ്ങി. അപ്പം അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. തിലകൻ എന്ന ഒരു വലിയ കലാകാരന്റെ, അദ്ദേഹത്തിനെ ഓർക്കുമ്പോ എന്തായിരിക്കും മനസ്സിലായത്? അദ്ദേഹം നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അദ്ദേഹത്തിനെ പോലെയുള്ള വലിയ ക്യാരക്ടറുകൾ ചെയ്ത ധാരാളം, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആകെ 1-ഓ 2-ഓ ഇല്ല അഭിനയിച്ചു. അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ അറിയില്ല തിലകൻ ചേട്ടനെ കുറിച്ച്. എനിക്ക് കൂടുതൽ അതിനെക്കാട്ടിലും അടുപ്പമുണ്ടായിരുന്ന മഹാനടന്മാരെന്ന് പറഞ്ഞാല് മുരളിയേട്ടൻ. മുരളിയേട്ടന്റെ കൂടെ നല്ല ഭാര്യയായിട്ട് കുറെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നരേന്ദ്ര പ്രസാദ് സാറിന്റെ കൂടെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്, പല പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ദേവേട്ടൻ. മുരളി സാറിന്റെ കൂടെ അഭിനയിക്കുമ്പോ സാർ എപ്പോഴും അങ്ങനെ ആളുകളെ കെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും സേഫ് ആയിട്ട് അതിനേക്കാൾ കൂടുതൽ പറഞ്ഞു തരുന്നുള്ളതാണ്. ആ കെയറിങ് എന്നുള്ളതല്ല, ശ്വാസിച്ചിട്ടാണെങ്കിലും നമ്മളെ അത് പഠിപ്പിച്ചു തരും. എങ്ങനെ അഭിനയിക്കണം എന്ന് നമുക്ക് അറിയില്ല എന്നുള്ള മര്യാദ എന്താ ചെയ്യാ, എങ്ങനെ കാണിക്കുക, മുഖത്ത് എന്താന്നൊക്കെ പറയുമ്പോ മുരളിയേട്ടൻ കാണിച്ചു തരും എങ്ങനെയാണ് അഭിനയിക്കുക. പുള്ളിക്ക് അഭിനയിക്കുമ്പോ കരയാൻ കണ്ണീര് വേണ്ട, അത് വേണ്ട, ഗ്ലിസറിൻ വേണ്ട. അങ്ങനെ നോക്കി നിന്ന് തന്നെ കണ്ണില് വെള്ളം വരുത്തിയിട്ട് തേങ്ങും. അങ്ങനെ എനിക്ക് കാണിച്ചു തന്നെ. അങ്ങനെ ഞാനത് നോക്കി ഞാനും പഠിച്ചു. വഴക്ക് കിട്ടിയിട്ടുണ്ടോ മുരളി സാറിന്റെ? ഇല്ല, എന്നെയൊക്കെ എന്നും ബഹുമാനത്തിൽ സംസാരിക്കുന്നവരാണ് ഇവരൊക്കെ. ആള് ഇച്ചിരി സീരിയസ് ആണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ വഴക്ക് കിട്ടിയിട്ടുണ്ടോ കൂടെ? അതെ, പൊതുവെ പലർക്കും കേൾക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ചീത്ത പറയണതും വഴക്കുണ്ടാക്കണതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സെറ്റില്. പക്ഷെ എന്നോട് ഇവർക്കൊക്കെ ബഹുമാനത്തിലായിരുന്നു, ആരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് നമ്മള് ലാലേട്ടന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ ആകെ ഒരു പടത്തിൽ, അധികം പടത്തിലൊന്നും എനിക്കറിയില്ല കൂടുതലൊന്നും. മമ്മൂക്കയുടെ കൂടെ 2-3 എണ്ണത്തിലുണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ കൂടെ 2-3 എണ്ണത്തിൽ, ജയറാമേട്ടന്റെ കൂടെ 2-3 അങ്ങനെ കൊറേ കഴിഞ്ഞു. പിന്നെ ടെലിഫിലിമിലേക്ക് മാറി. അതിന്റെ ഇടയിൽ സീരിയൽസ്, കടുമത്ത് കത്തനാറിൽ ക്രൂരായിട്ടുള്ള ഒരു ക്രൂരത തോന്നിക്കും കത്തനാറിലെ. അല്ല, അത് ദേവി മഹാൽപ്പ. നല്ല തമ്പുരാട്ടിയായിരുന്നു, നല്ല തമ്പുരാട്ടിയായിരുന്നു. തമ്പുരാട്ടില്ല, നല്ല തമ്പുരാട്ടിയായിരുന്നു ദേവി മഹാൽപ്പ. അത് നല്ല 100-300 എപ്പിസോഡ് പോയതാ. നല്ല ക്യാരക്ടറായിരുന്നേ, നന്നായിട്ട് ഓടിയത്, ഹിറ്റായിരുന്നു അന്നത്തെ. എനിക്ക് തോന്നുന്നത് ഷാജിയമ്മന്റെ ഒരു നിഴലുകൾ എന്ന് പറഞ്ഞാൽ അതാണ് പേടിപ്പിക്കുന്നത്. എപ്പോഴും മുടിയെ കഴിച്ചിട്ട്
മറ്റേ ഇതില്ലേ മമ്മൂട്ടിയുടെ കൂടെ അപരിചിതൻ എന്ന് പറഞ്ഞ സിനിമ, ഓജോ ബോർഡ്, ഓജോ ബോർഡിലെ അമ്മ, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു. കാവ്യൊക്കെ വന്ന് സ്റ്റേജ് ചെയ്യുന്ന വീട്ടില്. അതെ അതെ, ആ ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ നിഴലുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ. ഈ മോജോ ബോർഡിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ശരിക്കും ഭയങ്കര അങ്ങനെ അറിയാവുന്ന ആളെ പോലാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അതിനെ പറ്റിയൊക്കെ വല്ല അറിയാം? എനിക്ക് അത്രയ്ക്ക് അറിയൊന്നുമില്ല. ഡയറക്ടറും അല്ലെങ്കിൽ AK സജൻ പറഞ്ഞു തന്ന പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഓജോ ബോർഡിൽ വിശ്വാസവും ഇല്ല, എനിക്ക് ഇഷ്ടവുമല്ല. കാരണം ഞാൻ എപ്പോഴും പറയും, ഈ മരിച്ചു പോയവരൊന്നും വെറുതെ ആത്മാക്കളെ വിളിച്ചു വരുത്തുക അത് വേണ്ട, ആകെ നെഗറ്റീവാണ്. നമ്മൾ പോസിറ്റീവായിട്ട് ആലോചിച്ചാൽ മതി നല്ല കാര്യങ്ങൾ. ചുമ്മാ ആവശ്യമില്ലാത്ത ഒന്നും വേണ്ടെന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അത്തരം വിശ്വാസങ്ങളൊന്നുമില്ല അല്ലെ? ഇഷ്ടമല്ല. ആത്മാവിലോ മരണത്തിലോ ഒന്നും ഒരു മരണമുണ്ട് എന്തായാലും, പക്ഷെ എന്ന് വെച്ചാൽ മരിച്ചത് വിളിച്ചു വരുത്തണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഓരോ പൂജ ചെയ്തൊക്കെ നമ്മൾ പറഞ്ഞയക്കുന്നവരാണ് സ്വർഗത്തിലേക്ക്. പിന്നെ അതെല്ലാം തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചു അല്ലെങ്കിൽ തന്നെ രക്തരക്ഷസ് നാടകം കാണാൻ പോയാൽ നമ്മളിത് പേടിക്കും രാത്രി. അങ്ങനത്തെ കാലമാണ്. ഇങ്ങനെ എപ്പോഴല്ലേ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടായിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ റിയൽ ലൈഫില്? ചില്ലറ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കൊട്ടാരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ എപ്പോഴും അങ്ങനെ ഒരു സ്റ്റോറി എല്ലാത്തിനും കുളക്കടവിലുണ്ടാവും, കരിങ്കുട്ടി ഉണ്ടാവും, ചെളിമർദ്ദ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ പേടിപ്പിച്ചിട്ടൊക്കെ. അപ്പൊ അതൊക്കെ മനസ്സിൽ കിടന്നുണ്ട്. ഒരിക്കലും ഹോട്ടലിൽ താമസിക്കുമ്പോ ഇതുപോലെ ഒരു ചിലമ്പിന്റെ ശബ്ദം കേട്ട പോലെ തോന്നലും ഞാൻ ഒന്ന് പേടിച്ചു. എന്നിട്ട് ഞാൻ എപ്പോഴും ഈ ജൈവ മഹാത്മ്യം പുസ്തകം തലയണ്ടടിയിൽ വെച്ചിട്ട് കിടക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ഷൂട്ടിങ്ങിന് പോയപ്പോഴും അത് കൊണ്ടുപോയിണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കുറെ നാമം ചൊല്ലിയിട്ടൊക്കെ ഉറങ്ങാം. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അന്ന് ഷൂട്ട് കഴിഞ്ഞ് പോയി, വേറെ രണ്ടുപേരാ ഞാൻ ഉപയോഗിച്ച റൂമിൽ കിടന്നു, 2 ആൺകുട്ടികള്. അവര് കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴെ വീണു അത്രേ. അപ്പോ അവര് പറഞ്ഞ എന്തോ എടുത്തിട്ട് അടിക്കണ പോലെ തോന്നി. എങ്ങനെ ഓർമ്മ ചേച്ചി ഇവിടെ കിടന്നു രാത്രി എന്ന് ഞങ്ങക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ഹോട്ടലിലത്തെ ഓണർ പറയണത്, ആ മുറിയില് 1 മാസം കഷ്ടിയായിട്ടുള്ളൊരു ഭാര്യയും ഭർത്താവും ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് അവര് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത മുറിയാണെന്നത്. പിറ്റേ ദിവസം രാവിലെ ബോഡി അവിടുന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. അപ്പൊ ആ സ്ത്രീ ഇത് മോഹൻ തീരാതെ മരിച്ച സ്ത്രീയല്ലേ, അപ്പൊ അതാണ് പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മുറി. ഇപ്പൊ ഷൂട്ടിങ്ങിനായോണ്ട് മുറികൾ തികയാതെ വന്നോണ്ട് അവര് തുറന്നു കൊടുത്തതാണ്. പറയണ്ടേ, ഞാൻ അതിനകത്ത് കയറി കിടക്കുക, പേടിച്ചു പോയി. അങ്ങനെ അല്ല, അന്ന് ഒരു ദിവസം കിടന്നുള്ളൂ ഞാൻ. രാത്രി എനിക്ക് എന്തോ വല്ലാത്ത ഡിസ്റ്റർബൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ ഈ നാമം ചൊല്ലി അങ്ങ് ഉറങ്ങി. പക്ഷെ പാവം പിള്ളേര് പേടിച്ചു. അഭിനയിച്ചിട്ട് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ അത് ഏതായിരിക്കും? ഇഷ്ടം തോന്നിയത് ഓജോ ബോർഡ് തന്നെയാണ്. അതെന്റെ ഒരു പ്രത്യേകതയുള്ള ക്യാരക്ടറല്ലേ, ആർക്കും കിട്ടാത്തൊരു വ്യത്യാസമായിട്ടുള്ള അതന്നെ. പിന്നെ എനിക്ക് സീരിയലില് ഷാജിയുടെ ഇത് തന്നെ, നിഴലുകളൊക്കെ തന്നെ. അത് ഇപ്പം അഭിനയിക്കുന്ന ഇപ്പോഴത്തെ കാര്യം ഒന്നും ചോദിക്കരുത്. ഇപ്പൊ സിനിമ അഭിനയിക്കുന്നത്, സീരിയൽ അഭിനയിക്കുന്നില്ല, ഒന്നുമില്ല. ഓൺലി വശുഗന്ധി മാത്രം. അല്ല, ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോഴേ ഇത്ര ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്താ ഇപ്പൊ പുതിയ ന്യൂജൻ സിനിമയല്ലേ നടക്കുന്നത്. അതിൽ അമ്മയില്ല, അച്ഛനില്ല, അമ്മായി ഇല്ല, വല്യമ്മയില്ല, പിന്നെ എന്നെ എന്തായാലും ബന്ധങ്ങൾക്ക് പ്രാധാന്യമേ ഇല്ലാത്ത സിനിമകള്. ആർക്കോ വേണ്ടി കുറെ കൂട്ടുകാര് കുറെ വെട്ടിത്തരം പറയുന്നു, എന്നിട്ട് നീ വേണ്ടറ കോണ്ടറ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ വെക്കുക. അതാണ് പാട്ട്, അതാണ് കേമായിട്ടുള്ള മ്യൂസിക് എന്ന് വെച്ചിരിക്കുന്നു. എനിക്കതൊന്നും അറിയില്ല, അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, അറിയുന്നുമില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. ഒരു ക്യാരക്ടർ മിസ് ചെയ്ത് പോയി എന്ന് തോന്നിയിട്ടും ഇല്ല. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ ഒരു ക്യാരക്ടർ? അന്നുണ്ടായിരുന്നു, അന്ന് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ മറ്റേ മഹാറാണിയായിട്ടൊക്കെ വരുന്നു, ബാഹുബലി അതുപോലെയൊക്കെയുള്ള അമ്മ ക്യാരക്ടർ മഹാറാണിയൊക്കെ കിട്ടിയാൽ കൊള്ളായിരുന്നു. അതൊക്കെ ആൺകുട്ടികളെ ചെയ്യും, തമിഴിൽ നിന്നും തെലുങ്കിലൊക്കെ ചെയ്യും. അതൊക്കെ ഇവിടെ മലയാളത്തിൽ ഇതൊന്നും ആരെയും വിളിക്കില്ല, വരുന്നില്ലല്ലോ. കാണാൻ പോകും ഞാൻ എല്ലാം. അങ്ങനത്തെ ഒരു ഇതെല്ലാം നല്ല സിനിമകൾ കാണാൻ പോകും. പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണും. പുതിയ നടന്മാരില്ലേ ഏറ്റവും ഒരു ഇഷ്ടം തോന്നിയത്? എനിക്കിഷ്ടം, എല്ലാരും ഇഷ്ടമാണ്. എന്താ അറിയോ, ഇപ്പോഴത്തെ സിനിമകള് ഞാൻ കുറ്റം പറയേയില്ല. സിനിമകൾ നന്നായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ പുതിയ തലമുറ
വളരെ നാച്ചുറലായിട്ടാണ് അഭിനയിക്കുന്നതും കഥയുണ്ട്. വളരെ വെറുതെ നടക്കുന്ന ചില സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ, അല്ലാതെ വലിയ കൊലപാതകവും യക്ഷിവരലും ഒന്നും അല്ലല്ലോ ഇപ്പോഴത്തെ സിനിമ എന്ന് വെച്ചാൽ. വളരെ നാച്ചുറലായിട്ട് നടക്കുന്ന കുമ്പളങ്ങി നൈറ്റ്സ് ആയാലും ഓരോ സ്ഥലത്ത് നടക്കുന്ന അതൊക്കെ എനിക്കിഷ്ടമാണ്. അവർ നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും നല്ലതാണ്. ഇപ്പൊ ആസിഫ് അലി ആയാലും ഫഹദായാലും നല്ല നല്ല ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ എന്ത് രസമായിട്ട് അഭിനയിക്കുന്നു. ഫഹദിനൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വിചാരിച്ച ഭാവം അങ്ങോട്ട് വരുന്നതാണ് അല്ലേ. കണ്ണുകൊണ്ട് കൃത്യമായിട്ട് എന്ത് നെറ്റി വരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മുഖഭാവം അങ്ങോട്ട് മാറുന്നതാണ്. അത് പഴയ ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉള്ള കുട്ടികൾക്കൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് മുഖത്ത് ഭാവം വരില്ല. അവർക്ക് അതൊക്കെ വരുന്നുണ്ട്. ആൺകുട്ടികൾക്ക് നല്ല 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 പിള്ളേരാ വരുന്നൊക്കെ കേട്ടോ. അവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ്. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ സംയുക്തേച്ചിയെ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ സംയുക്തേച്ചിയുടെ അതേ ചായ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. എങ്ങനെയാണ് സംയുക്തേച്ചിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ? എങ്ങനെയാണ്, സംസാരിക്കാറുണ്ടോ? സംയുക്ത ചേച്ചിയുടെ മോളാണല്ലോ. പിന്നെ പറഞ്ഞ പോലെ ഒത്തിരിയേക്കാൾ കൂടുതൽ സംയുക്തൊക്കെയാണ് എന്റെ ഛായ എന്ന് പറയും. എല്ലാരും കണ്ട ഉടനെ പറയും ഈ ഫോട്ടോയില് ഹെയറും ഒക്കെ ഈ ഫോട്ടോയും അങ്ങനെ തന്നെ ഇരിക്കുന്നു. സന്തോഷാണ് അത് കേൾക്കുന്നത് എപ്പോഴും. ആളുടെ എപ്പോഴേലും ഇനി സിനിമ ചെയ്തുകൂടെ എന്നൊന്ന് ചോദിച്ചു? ഞാൻ ചോദിക്കാറൊന്നുമില്ല, കാരണം അത് അവരുടെ ഇഷ്ടമല്ലേ. ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. സംയുക്ത ഇപ്പോൾ ഉള്ള ലൈഫിൽ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് നമ്മള് വെറുതെ നിർബന്ധിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കും. അല്ല അങ്ങനെ അല്ല, പഴയ ഇപ്പൊ മഞ്ചേച്ചിയൊക്കെ ആണെങ്കിലും തിരിച്ചു വന്ന് അഭിനയിച്ചു തുടങ്ങി, ഹിറ്റ് സിനിമകൾ തരും. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് സിനിമ അഭിനയിക്കാനൊക്കെ. സമയത്തൊക്കെ പണ്ടേ അങ്ങനെ വലിയൊരു ആഗ്രഹങ്ങളൊന്നുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് എന്തോ യോഗം കൊണ്ട് അത് സിനിമ നടിയായ, അല്ലാതെ ആഗ്രഹിച്ചു വന്നതല്ല. ആഗ്രഹിച്ചു വന്ന ആളേ അല്ല, യോഗം കൊണ്ട് സിനിമ അഭിനയിച്ച കുട്ടിയാ. അതുകൊണ്ട് ഇപ്പോഴും ഇതന്നെ പോകുന്നോണ്ട് ഹാപ്പി ആയിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ ആളുടെ ഒരു ശരിക്കും ഇഷ്ടം എന്താണ്, അങ്ങനെ പറയാൻ പറ്റും? അത് അങ്ങനെയൊന്നും ഇല്ലെന്നേ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങളോ ഭയങ്കര മോഹങ്ങളോ ഒന്നുമുള്ള കുട്ടിയല്ല. ഉള്ളതിൽ വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്ന ഒരു യോഗ ഒരിക്കലും ഒരു സങ്കടം പറയലോ ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞു കേട്ടിട്ടേ ഇല്ല ഞാൻ. പുള്ളിക്കാരി കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളെങ്കിലും ആ സിനിമകളൊക്കെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ബീച്ചേടനുമായിട്ടുള്ള ഒരു പ്രണയത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ഞെട്ടിപ്പോയി. കാരണം പണ്ടൊക്കെ എന്നോട് എപ്പോഴും പറയും ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ താത്താത്തയോടായിരിക്കും ആദ്യം പറയാന്ന് പറയായിരുന്നു. പക്ഷേ ഇതെന്നോട് പറഞ്ഞില്ല. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത് സംയുക്തയും ബിജുമേനും തമ്മിൽ ഇഷ്ടമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ചുമ്മാ മിണ്ടായിരിക്കും, അനാവശ്യം ഗോസിപ്പ് പറക്കരുത്, അവരങ്ങനെയൊന്നും അല്ല ചോദിച്ചപ്പോഴേ പിന്നീട് അറിഞ്ഞു അവരിഷ്ടമാണ്. അല്ല ആരെ ശരിക്കും പിന്നീട് ഈ സംയുക്തേച്ച് പിന്നെ സംസാരിച്ചു പറഞ്ഞു ഇഷ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ മനസ്സിലെന്തായിരുന്നു അപ്പൊ? പറഞ്ഞപ്പോ പിന്നെ കേട്ടോണ്ടിരുന്നു. ഇല്ല ഒരിക്കലും ഒരു നോ എന്ന ഒരു ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു ബിജുവിനെ. ബിജു നല്ല പയ്യനല്ലേ, എനിക്കൊക്കെ ഇഷ്ടമായിരുന്നു. വീട്ടില് വലിയ വിരോധങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ? ഇപ്പോഴും അങ്ങനെ തന്നെ ഇഷ്ടം തന്നെ. വിജയന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ പറയാൻ പറഞ്ഞ എന്തായിരിക്കും? ബിജുവിന്റെ ഇപ്പൊ എനിക്ക് ഈ അവസാനം കണ്ട എന്താ ഗരുഡനല്ലേ, അത് പെരുന്തോ ഗരുഡൻ ഭയങ്കര ഉണ്ട്. നമ്മള് വളരെ പോസിറ്റീവായിട്ട് വിചാരിക്കുന്ന ഒരാൾ അവസാനം അങ്ങോട്ട് മാറുന്ന മാറ്റം ഈ പറഞ്ഞ പോലെ സുരേഷ് ബിജുവിന്റെ അടുത്ത് നിന്ന് ഇത്ര ഒരു ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മുഖഭാവം മാറണതേ, ക്യാരക്ടർ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് വേറൊരാളായി മാറുകയാണ്. ഭയങ്കരമായിട്ടത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ വേറൊരു റിയൽ ലൈഫില് വിജയന്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ എന്തായിരിക്കും? ബിജു ആരെയും മുഷിപ്പിക്കില്ല എന്നുള്ളത്. ഭയങ്കര എന്താ പറയാ, ഒരാളെ മുഷിപ്പിക്കില്ല, എല്ലാവരോടും സ്നേഹമായിട്ടും എന്ത് ചോദിച്ചാൽ നോ ഇല്ല. ഒരു കഥ പറഞ്ഞാൽ പോലും നോക്കാം നമുക്ക് ചെയ്യാം ഇങ്ങനെ അല്ലാണ്ട് പറ്റുകയില്ല. ചിലപ്പോ പുള്ളിക്ക് തിരക്കായിരിക്കും, എന്നാലും നോ പറയില്ല. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര കഴിവല്ലേ. തീർച്ചയായിട്ടും. സംയുക്തേച്ചിയുടേതോ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ പറയാൻ പറ്റും? സംയുക്തയുടെ നന്മ അല്ലാണ്ടെന്താ. അവരുടെ മകനെ പറ്റി സംസാരിച്ചാൽ അവനെ അധികം കാണുന്നില്ലല്ലോ, നിങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഉടനെ കാണിക്കണ്ടെന്ന് വെച്ചിട്ടും കൂടി ആയിരിക്കും തോന്നുന്നു. അതിനെ അങ്ങനെ
ഫോട്ടോ എടുക്കാനൊന്നും അധികം വിളിക്കുക. എല്ലാവരും ബാംഗ്ലൂരാ മോൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തന്നെ പഠിക്കുന്നു. ഓ ശരി. അപ്പൊ സിനിമയിലേക്ക് വരാനുള്ള അങ്ങനെ അറിയില്ല, സിനിമ ഡയറക്ഷൻ ആയിരിക്കാം, ചിലപ്പോ ക്യാമറയുടെ സൈഡാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉദ്ദേശിക്കുന്നത് എന്താണ് പഠിക്കുന്നത്. സംബന്ധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ഉത്രേച്ചി തന്നെയാണ്, മകള് എന്നുള്ളത്. ആൾക്ക് ഭയങ്കരമായിട്ട് ടാലന്റഡ് ആണ്, പ്രൗഡ് അമ്മ എന്ന് തന്നെ പറയാം അല്ലേ. ആളുടെ ഏറ്റവും ഇപ്പൊ റൈറ്റ് ചെയ്ത് തുടങ്ങി അല്ലേ, എഴുത്തുണ്ട്. പുസ്തകം. അതേ പറഞ്ഞ പോലെ കുട്ടിക്കാലം തൊട്ട് കഥ പറഞ്ഞു കൊടുത്തും ഒക്കെ. കുട്ടിക്കാലത്ത് ഈ കുട്ടി എഴുതുന്ന ഡയറികൾ വായിക്കാൻ നല്ല രസം. സ്കൂളിൽ പഠിക്കുമ്പോ ഇതിൽ 8ലും 10ലും ഒക്കെ പഠിക്കുമ്പോഴത്തെ ഡയറികളുണ്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നല്ല രസം വായിക്കാൻ. നല്ല കഥ പറയുന്ന പോലെ എഴുതി വെക്കും. അങ്ങനെ ആയിരിക്കാം എഴുത്ത് വന്നത്. ഭക്ഷണത്തോടും ഇച്ചിരി പ്രിയം ഉണ്ടെന്ന് തോന്നുന്നു ആൾക്ക്. പ്രിയമുണ്ട്, ഭയങ്കര കൺട്രോൾ ആവശ്യം. തടി കൂടാതിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ ഐസ്ക്രീം കഴിച്ചാലും ഉത്തര കഴിക്കാതെ അവിടെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് കണ്ടു ഡെലിവറിക്ക് ശേഷമുള്ള ഒരു മേക്ക് ഓവർ വീഡിയോ, ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത് എപ്പോഴും പറഞ്ഞു. ഒത്ര ചെയ്യണ്ട, അത് പറയാറില്ല, കാരണം എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കുമല്ലോ. നമ്മള് പറയാൻ നല്ല വിവരമുണ്ട്, വായിച്ചിട്ട് കിട്ടുന്ന വിവരങ്ങളുണ്ടല്ലോ, ജനറൽ നോളജ്. അപ്പൊ ഏത് നല്ലത് ഏത് ചീത്താന്ന് അറിയേണ്ട പ്രായമായല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല, അവനവന്റെ ഇഷ്ടം. പക്ഷെ നന്നായി ഇരിക്കുന്നു. ഇപ്പൊ ഡയറ്റൊക്കെ വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. അല്ല പട്ടിണി കിടന്നിട്ടുള്ള ഡയറ്റ് അല്ല, വേണ്ടത് പ്രോട്ടീൻ കഴിച്ചിട്ട് തന്നെയുള്ള ഡയറ്റാ ചെയ്യുന്നത്. ഡാൻസ് ക്ലാസ്സും ഒക്കെ ആയിട്ട് നല്ല എക്സസൈസ് ആണ്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. എന്ത് ചെയ്താലും ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം അടുത്തത് വരാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞു, അടുത്ത മാസം റിലീസ് ആവും. അഭിനയത്തിലേക്ക് കൂടുതലും പിന്നെ കണ്ടില്ല. അതിന് കുറച്ച് ഇങ്ങനെ ഒരു വശത്തിനോടൊരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് തിരിഞ്ഞത്. ആളും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ പഠിച്ചത്. ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒരു ഇന്റർവ്യൂല് ചിലപ്പം ഡയറക്ഷനോടായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും ആള് വരാൻ പോണേന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചില്ല. പിന്നെ ആള് നൃത്തത്തിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങി. അതെ അതെ, അതിന്റെ ഇടയിൽ കുറച്ച് ചെയ്തല്ലോ, 3-4 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, ഒരു 2 കൊല്ലം കൂടും വരണം. അങ്ങനെ പിന്നെ വീണ്ടും ഡാൻസിലേക്ക് പോകും, പിന്നെ ഇതിലേക്ക് വരും, പിന്നെ അങ്ങനെ പോകും. രണ്ടും കൂടെ കൊണ്ട് നടക്കണം. നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഒരു കണ്ടന്റിലേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പെർമിഷനോടുകൂടി സംസാരിക്കുകയാണ്. ദിലീപ് വിഷയത്തിൽ ഏറ്റവും ബോൾഡായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ചേച്ചി. ആ നിലപാട് ഇപ്പോഴും അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാനൊരു സത്യം പറയാം, ഞാൻ പറയുന്ന കാര്യം കേട്ടോ, മാധ്യമങ്ങൾ പറയുന്നതല്ല. അമ്മയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, സ്റ്റേജിൻ്റെ മുകളിൽ നിന്നിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ദിലീപിനെ നമ്മുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയല്ലോ, ദിലീപിനെ നമ്മൾ ഈ വർഷം തിരിച്ചെടുക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളെല്ലാവരും കൂടെ തീരുമാനിക്കണം എന്താണ് തിരിച്ചെടുക്കുന്നത്. ഇത്രയാണ് ചോദിച്ചത്. അതിനാണ് പിറ്റേ ദിവസം സകലത്തിലും വന്നു. ഊർമിള ഉണ്ണി നിർബന്ധിച്ചു, ദിലീപിനെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു, മൈക്കിൽ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടു. ഞാൻ എൻ്റെ ഈശ്വരൻ, എനിക്ക് എന്താ തോന്നിയത് അങ്ങനെ ചോദിക്കാൻ? ഇത്രേ ചോദിച്ചുള്ളൂ. അത് ചോദിച്ചതാണ്. അല്ല, പക്ഷെ ചേച്ചി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീ ഞാനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഒരു ബൈറ്റിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. ബോൾഡായിട്ട് സംസാരിക്കുന്ന അല്ല, എല്ലാം എന്നോട് ചോദിക്കാറുണ്ട് എല്ലാരും. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്താണ് തിരിച്ചെടുക്കുന്നുണ്ടോ? നമ്മള് ഒരാളെ പുറത്താക്കിയതല്ലേ, നമ്മൾ തിരിച്ചെടുക്കാം, കേസൊക്കെ അല്ലേ, അപ്പൊ പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എടുത്തിട്ടില്ല ആളെ. അല്ല, കേസ് കഴിഞ്ഞിട്ടില്ല. കേസ് കഴിഞ്ഞാൽ ഒരു പക്ഷെ വീണ്ടും അങ്ങനെ ഒരു ആവശ്യം വരുമോ? എന്താ തിരിച്ചെടുക്കുന്നു അറിയില്ല. അത് അമ്മയിൽ എല്ലാരും കൂടെ തീരുമാനിക്കുന്ന കാര്യമില്ല, എനിക്കറിയില്ല. ഇല്ല, ഒരു പക്ഷെ തിരിച്ചു വരാൻ ഇപ്പോഴും അമ്മയെ സംഘടനയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആക്റ്റീവാണ്. നമ്മളും പരിചയപ്പെട്ടതും സംഘടന ബന്ധപ്പെട്ടിട്ടാണ്. എങ്ങനെയാണ് സംഘടനയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എത്രത്തോളാണ്? എന്തൊക്കെ ആയാലും നമ്മളൊരു കുറേ വർഷമായിട്ടുള്ള ഒരു സംഘടനയാണ്, നന്നായി പോകുന്നുണ്ട്. അതില് എല്ലാവരും നല്ല യോജിപ്പോടുകൂടി പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ബാക്കിയുള്ളവരിരുന്ന് കൊനിഷ്ഠ ഉണ്ടാക്കണത് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും നല്ല യോജിപ്പിലുമാണ്. ഞങ്ങളെല്ലാവരും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വർഷവും ജൂൺ അവസാനം ആകുമ്പോഴത്തേക്ക്
അതിന് കുറച്ച് ദിവസം മുമ്പേ എല്ലാരും അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കും, കാണണ്ടേ, സാരിയാണോ കൊടുക്കുന്നത്, സൽവാറാണോ എന്നൊക്കെ എല്ലാരും തമ്മിൽ സംസാരിക്കുന്നതും അന്നത്തെ ദിവസം കാണുന്നതും ചിരിക്കുന്നതും വർത്താനം പറയുന്നതും പിന്നെ പിന്നത്തെ വർഷമല്ലേ ഉള്ളൂ. അതെ അതെ. അപ്പൊ എല്ലാരും നല്ലൊരു രസമായിട്ട് പോകുന്ന ഒരു സംഘടനയാണ്. സിനിമയിൽ ഏറ്റവും അടുത്ത സുഹൃത്താരായിരിക്കും? അങ്ങനെ സിനിമയിൽ അങ്ങനെ ശരിക്കും പറഞ്ഞ സുഹൃത്ത് ബന്ധങ്ങളില്ല, എന്നാലും ഇവരൊക്കെ ഉണ്ട്. സീനത്തും അഭിയയും ഒക്കെ എല്ലാരും നല്ല ഇതാണ്, എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടല്ലേ. അപ്പം ഇത്രയും നേരം സംസാരിക്കാൻ എനിക്ക് സമയം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം. വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.